നിങ്ങളുടെ വീട്ടിൽ നല്ലപോലെ പഴുത്ത തൊലി കറുത്ത പഴം കളയാൻ വെച്ചേക്കുവാണോ? എന്നാ കളയാൻ വരട്ടെ. നല്ലൊരു ടേസ്റ്റി പഴം പ്രഥമൻ ഉണ്ടാക്കിയാലോ? പഴം പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാണെന്ന് ഞാൻ പറയാം. 3 പഴുത്ത നേന്ത്രപ്പഴവും കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കുറച്ച് തേങ്ങാക്കൊത്തും ഏലക്കായും പഞ്ചസാരയും ഒരുമിച്ച് പൊടിച്ചതും കൂടെ കുറച്ച് ചുക്ക് പൊടിച്ചതും 4 ആണി വെല്ലവും അരമണിക്കൂർ കുതിരാൻ വെച്ച സാബൂനരി അല്ലെങ്കിൽ ചവ്വരിയും കൂടി എടുത്തു വെക്കുക. ഇനി പ്രധാനമായിട്ട് വേണ്ടുന്നതാണ് തേങ്ങയുടെ 250 ഗ്രാം ഒന്നാം പാലും 500 ഗ്രാം രണ്ടാം പാലും. ഇത്രയും കുറച്ച് സാധനങ്ങൾ വെച്ചുകൊണ്ട് ഈ തിരുവോണത്തിന് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി പഴം പ്രഥമൻ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ഈ 3 നേന്ത്രപ്പഴവും ചെറുതാക്കി മുറിച്ചു വെക്കാം. അതിനുശേഷം വെല്ലം പാവ് കാച്ചാനായിട്ട് 1 കപ്പ് വെള്ളത്തിലോട്ട് 4 ആണി വെല്ലം ഇട്ട് കൊടുക്കുക. വലിയ വെല്ലമാണ് എങ്കിൽ 3 എണ്ണം മതി, ചെറിയ വെല്ലമാണ് എങ്കിൽ 4 എണ്ണം എടുക്കാം. കുതിരാൻ വെച്ച സാബൂനരി ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല പോലെ സാബൂനരി വെന്ത് കിട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് പുറമേ വെന്ത പോലെ ഉണ്ടാവും, ചിലപ്പോൾ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. ഇനി നമുക്ക് പഴം വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ചൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ചെറുതാക്കി മുറിച്ച് വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഇത് നല്ലപോലെ പഴുത്ത പഴമാണ്, അതുകൊണ്ട് കുറേ നേരമൊന്നും നമ്മളിത് വഴറ്റേണ്ട ആവശ്യമില്ല. നേരിയതായിട്ട് അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും തന്നെ നമുക്ക് സ്പൂണ് കൊണ്ട് ഇത് നല്ല പോലെ ഉടച്ചെടുക്കാം. ഉടച്ചു വെച്ച പഴത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാവ് കാച്ചിയത് അരിച്ചെടുത്ത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഓരോ തവണ ഈ ശർക്കര പാവ് കാച്ചിയത് ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോഴും നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം ഈ ഉടഞ്ഞ പഴം ഈ പാവ് കാച്ചിയതും കൂടെ ചേർന്നെങ്കിൽ മാത്രമേ ഈ പായസത്തിന് യഥാർത്ഥ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് നല്ല പോലെ തിളച്ച് വരുമ്പോൾ തേങ്ങയുടെ രണ്ടാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം വേവിച്ച് വെച്ച സാബൂനരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം. വടക്കോട്ടൊക്കെ ഇതിനെ സാബൂനരി എന്നാണ് പറയുക, തെക്കോട്ടൊക്കെ ഇതിനെ ചവ്വരി എന്നാണ് പറയുക. അതിലിനി ഒരു സംശയം വേണ്ട. ഇനി ഇതിലേക്ക് ഏലക്കായും പഞ്ചസാരയും ഒരുമിച്ച് പൊടിച്ചതും കുറച്ച് ചുക്ക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടി ഇടാം. പഴം പ്രഥമന്റെ 90% പണിയും ഇവിടെ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഇടാനുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങാക്കൊത്തും നെയ്യിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി പഴം പ്രഥമൻ ഇവിടെ റെഡിയായി. അപ്പോൾ എങ്ങനെയാ, ഈ തിരുവോണത്തിന് എല്ലാവരും പഴം പ്രഥമൻ തന്നെയല്ലേ ഉണ്ടാക്കുന്ന? അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ.